Hello and welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പനീർ ബട്ടർ മസാല റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന സാധാരണ ടേസ്റ്റുള്ള ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ പനീർ ബട്ടർ മസാലയാണ്. നമുക്ക് വേഗം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മതി. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പനീർ ബട്ടർ മസാല വീട്ടിലുണ്ടാക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തിയേക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. പനീർ ബട്ടർ മസാലയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്നത് പനീറാണ്. പനീർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് പനീറാണ്. ഇതിൻ്റെ വീഡിയോ ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. പിന്നീട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നര തക്കാളിയാണ്. ഒന്നര തക്കാളി ചെറുതായിട്ട് വലുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പെട്ടെന്ന് വഴറ്റിയെടുത്ത് നമുക്ക് എന്തായാലും മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒത്തിരി സ്പൈസ് ആയിട്ട് വേണ്ടാന്ന് തോന്നിയിട്ടാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 സബോളയാണ്. 2 സബോള ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ബട്ടറാണ്. 2 ട്രിപ്പായിട്ട് നമുക്ക് ബട്ടർ വേണം. പിന്നെ ബേ ലീഫും കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ ഇതും കൂടെ നമ്മൾ സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോക്ക് ചെയ്തിട്ട് കാഷ്യൂ നട്ടാണ്. ഇതൊരു 10 മിനിറ്റ്സ് to 15 മിനിറ്റ്സ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ക്രീമായിട്ട് കിട്ടും. ഞാൻ വേറെ ക്രീം യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടത് കാശ്മീരി പൗഡറാണ്. നമുക്ക് ഒത്തിരി സ്പൈസ് ആയിട്ടല്ലല്ലോ നമ്മുടെ പനീർ ബട്ടർ മസാല ഉള്ളത്. അപ്പം ഒരു പാൻ എടുത്ത് വെക്കുക. അത് ചൂടാകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. അത് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും കുറച്ച് ഓയിലും വെജിറ്റബിൾ ഓയിലും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ബട്ടർ മാത്രമല്ല, കുറച്ച് നമുക്ക് ഓയിലും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇനിയിപ്പോൾ നിങ്ങൾ അതല്ല കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പ്ലാനെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് കുഴപ്പമില്ല. അത് രണ്ടും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിതിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം വരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സ്പൈസസ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കണം. അതേസമയം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സബോള അത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വഴച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാനാണ് പോകുന്നത്. സബോള ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് ഇട്ടു. ഒരു പച്ചമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൈസി അല്ലല്ലോ, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് യൂസ് ചെയ്യുന്നത്. 1-2 പച്ചമുളക് യൂസ് ചെയ്യും. ഞാനിവിടെ കുഞ്ഞുള്ളത് കൊണ്ടാണ് ഒരു പച്ചമുളക് യൂസ് ചെയ്യുന്നത്. സബോള ചെറുതായിട്ടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരുമിച്ച് അരയ്ക്കുന്നത് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറികളുണ്ടാകും. പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പിന്നീട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം കുറച്ചുകൂടി നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ മിക്സിയിൽ ഏറ്റവും ചെറിയ ജാറിടുവാണ്, അതായിരിക്കും ഏറ്റവും എളുപ്പം. നമുക്ക് വേഗം അരച്ചെടുക്കാൻ പറ്റും. ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ അതേ പാൻ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. വേറെ പാനൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ സിസ്റ്റം ഒന്ന് ഉരുകുമ്പോൾ തന്നെ നമ്മൾ ബാക്കി അതിനകത്തേക്ക് വേണ്ട പൊടികൾ എടുത്ത് കൊടുക്കാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാശ്മീരി പൗഡറും പിന്നെ അതിനോട് കൂടെ ബേ ലീഫും ഓൾ സ്പൈസസിൻ്റെ ലീഫും കൂടെ ആഡ് ചെയ്തു. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കാണുന്ന പോലെ ആ ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ആഡ് ചെയ്താലേ കളർ കിട്ടത്തുള്ളൂ. ഞാൻ പക്ഷേ കുറച്ച് കുഞ്ഞിനും കൂടെ കരുതിയിട്ടാണ് ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അതൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് 5 മിനിറ്റോളം നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ആഡ് ചെയ്ത് കൊടുത്താൽ 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഒത്തിരി നേരം പനീർ വേവിച്ചിട്ട് പനീർ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് വേവിക്കാവുള്ളൂ. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ പനീർ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ പനീർ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ആ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടു ഒരു കാര്യമാണ് നമ്മുടെ കസ്തൂരി മെത്തി. ഇത് അങ്ങനെ നമുക്ക് വിട്ടുപോകാൻ പറ്റേണ്ടതൊന്നല്ല. കാരണം ഞാൻ ആദ്യം എടുത്ത് വെച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് കസ്തൂരി മെത്തി അതിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ ആ ഒരു മണത്തിനും രുചിക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കസ്തൂരി മെത്തി കൂടെ നമുക്ക് വേണം. അപ്പോൾ കസ്തൂരി മെത്തിയുടെ കാര്യം ആരും മറന്നു പോലത്തെ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ആഡ് ചെയ്യണം. പിന്നീട് അപ്പോൾ നമുക്ക് പനീർ നന്നായി വെന്തിട്ടുണ്ട്. കസ്തൂരി മെത്തി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്രീമും കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കാഷ്യൂ നന്നായി മിക്സിയിലിട്ട് അരച്ചേക്കുന്നതാണ്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആണല്ലോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി തരാം കേട്ടോ. അപ്പോൾ പിന്നെ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.